വാഹനവ്യൂഹവും ജനങ്ങളെ വഴിതടഞ്ഞുള്ള സുരക്ഷയും വേണ്ടെന്ന് വി.ഡി. സതീശൻ. ഇതോടെ Z+ സുരക്ഷ ഒഴിവാക്കി. നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? അധികാരത്തിന്റെ പത്രാസ് കാണിക്കാൻ തയ്യാറല്ലെന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കി. പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന കറുത്ത കാറുകളും ഒഴിവാക്കി. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തിൽ ഇറങ്ങിപ്പോടപ്പില്ലെന്ന് പറയുമ്പോൾ 10 വർഷക്കാലം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് 10ഓളം വാഹനങ്ങളുടെയും 30ഓളം പോലീസുകാരുടെയും അകമ്പടിയോടെയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാ. സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് 1ാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പേടിച്ച് തൂറിയതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. 1ാം നമ്പർ കാർ കടന്നു പോകാനായി ജംഗ്ഷനുകളിലെല്ലാം നാട്ടുകാരുടെ ഗതാഗതവും തടഞ്ഞിരുന്നു. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്നങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. പിണറായി വിജയന് നൽകിയ അതേ Z+ സുരക്ഷ ഒരുക്കാൻ തയ്യാറായിരുന്ന DGPയോടാണ് വാഹനവ്യൂഹം വേണ്ടെന്ന തീരുമാനം സതീശൻ അറിയിച്ചത്. ഇതെങ്ങനെ സാധിക്കുന്നു? ആണുങ്ങളെ കണ്ട് പഠിക്കച്ചാ. ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയ് ആയിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും, പരിഹസിച്ചിരിക്കും. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ലല്ലോ. ഞാൻ പറയണെങ്കില് നീ ഒന്നും പറയണ്ട. അവൻ പറയട്ടോ. ഇതാരാണ്? അല്പം ഐശ്വര്യം വന്നപ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്നവനാണെന്ന് തോന്നും. അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാൻ. വേണ്ടിയിട്ട് മാത്രമല്ല, ഇതൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എത്രയും പത്രാസ് അധികാരത്തിന്റെ കൂടുവോ അത്രയും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകലും. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് അധികാരത്തിന്റെ പത്രാസിൽ മയങ്ങില്ലെന്ന്. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി നാട്ടുകാരുടെ വഴി തടയേണ്ട എന്ന നിർദ്ദേശവുമുണ്ട്. ഇതിൽ കൂടെ ഇനി എന്താ വേണ്ടേ? പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന കറുത്ത കാറുകൾ തൽക്കാലത്തേക്ക് പോലീസ് ഏറ്റെടുത്തു. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂടാ കാട്ടാപ്പള്ളി. പുതിയ മുഖ്യമന്ത്രി വെളുത്ത കാറിലേക്ക് മാറിയേക്കും. എന്തായാലും പുതിയ കാർ വാങ്ങില്ല എന്ന് തീരുമാനം. അങ്ങനത്തെ ഉള്ളത് വെച്ച് പോവാം. അത് ഏത് വണ്ടിയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ആ വണ്ടി പോവും. പുതിയ വണ്ടിയൊന്നും മേടിക്കില്ല. എന്താണ് ഒരു മൗനവ്രതം? വിരോധമുള്ളവരെ കള്ളക്കേസിൽ പിടിച്ച് കുൻചിർത്തിടിച്ച് ചോര ചൊപ്പിച്ച നല്ല കാലിന് തിരിച്ചു വരും. ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ.